സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ മോളുണ്ടല്ലോ, ആ മോളോടാണ് എനിക്ക് പറയാനുള്ളത്. ദീപികയുടെ മരണത്തിന് കാരണമായിട്ടുള്ള മോളെ, നീ ആ അമ്മയുടെ കണ്ണുനീര് കണ്ടോ? ആ അമ്മയുടെ കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാണും ഏതൊരു പെണ്ണും ഒരു അല്പസമയമെങ്കിലും ഹൃദയം ഒന്ന് പൊട്ടിപ്പോവും. അത്തരത്തിലുള്ള നിമിഷങ്ങളാണ് അവിടെ നമ്മൾ കണ്ടത്. ആ അമ്മ മോനെ വിളിച്ചുകൊണ്ട് കരയുന്ന ദൃശ്യം നമ്മൾ കണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇത്ര നീചമായിട്ടുള്ള നറി കെട്ടിട്ടുള്ള നാറിയ പ്രവണതകൾ, ചീഞ്ഞ പ്രവണതകൾ ഒരിക്കലും നമ്മൾ ചെയ്യില്ല. എന്താണ് ആ ചേട്ടൻ ചെയ്തത്? ആ ചേട്ടൻ ബസ്സിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അടുത്തുണ്ടായിരുന്നു. ആ ചേട്ടന്റെ കയ്യിൽ ബാഗാണുള്ളത്. ആ ചേട്ടൻ ഇടത് കൈ കൊണ്ട് ബാഗ് പൊക്കുന്നു, രണ്ട് കൈയും കൊണ്ട് തന്റെ ബാഗ് ഒന്ന് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ വന്നിട്ട് ഈ ആമുണ്ടല്ലോ, നമ്മളെ റൈറ്റ് ആമ തോന്നുന്നു, അതേ ആ അടുത്തുണ്ടായിരുന്ന സ്ത്രീയുടെ ആ മാറിൽ വന്ന് കണ്ട് ഇടിക്കുകയാണ് ചെയ്തത്. അത് ആ സ്ത്രീ മേ ബി ബസ്സാണ്, ഫ്ലൈറ്റ് അല്ല. ബസ്സിലാകുമ്പോ കട്ടറുണ്ടാവും, ചാടും, ഇതാവും, കുലുങ്ങും, ഇതൊക്കെ ചെയ്യും. ആ സമയത്ത് മേ ബി എന്തായാലും ചെറിയൊരു ഷെയ്ക്ക് മതിയാവും. ഇങ്ങനെ ചെന്നിട്ട് ഇവിടെയൊക്കെ തട്ടുന്ന സമയത്ത് നമുക്ക് എന്തായാലും സെൻസേഷൻ വരും. അപ്പൊ ആ മേ ബി ആ പെണ്ണ് അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കും ഇനിയും ഇത്തരം അറ്റംപ്റ്റുകൾ, പ്രവണതകൾ തുടരുമെന്ന് വിചാരിച്ചുകൊണ്ട് തന്റെ ഫോൺ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അത് ഷൂട്ട് ചെയ്ത് ഫിലിം ആക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും വേണ്ടത്ര ശ്രദ്ധ നേടുകയും ചെയ്തു. അങ്ങനെ ആ മനുഷ്യൻ തന്റെ സമൂഹത്തിലുള്ള തന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിലായപ്പോൾ ആ മനുഷ്യൻ, നല്ല പച്ചയായ മനുഷ്യൻ, പാവമായിട്ടുള്ള മനുഷ്യൻ, നല്ല ലോല ഹൃദയനായിരുന്ന മനുഷ്യൻ, ലോല മനസ്കനായിരുന്ന ആ ദീപക് എന്ന് പറയുന്ന ചേട്ടൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ ഇന്ന് 6 അടി മണ്ണിലാണ്. കാരണം എന്താണ്? ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ്, ക്രെഡിബിലിറ്റി, പ്രിവിലേജ് എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഈ സ്ത്രീയുടെ ഒരു ഇത്തരത്തിലുള്ള കുപ്രചരണം കാരണം, ഈ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ച ഈ അശ്ലീല വീഡിയോ എന്ന് തന്നെ പറയാം. അശ്ലീല വീഡിയോ കാരണം എന്താണ്? ആ ചേട്ടൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇതൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഇതിനെ വേണ്ടുന്ന രീതിയിൽ ജനശ്രദ്ധ നേടേണ്ട രീതിയിൽ അതിനെ ക്രിയേറ്റ് ചെയ്ത് നീങ്ങുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർ. ഓക്കെ, കാരണം എന്താ? എവിടെ സ്ലോമോ കൊടുക്കണം, എവിടെ സ്പീഡ് കൂട്ടണം അവർക്കറിയാം. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. എല്ലാവരും വീഡിയോ ചെയ്യാറുണ്ട്, എല്ലാവരും പബ്ലിക്കിൽ ഇറങ്ങാറുണ്ട്, എല്ലാവരും വ്ളോഗിങ്ങും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ്, പല ബിസിനസ് പർപ്പസിനൊക്കെ വീഡിയോ ചെയ്യുന്നവരുണ്ട്. സ്ത്രീകളോടും കൂടെയും പ്രായമായിട്ടുള്ളവരോട് കൂടെയും കുട്ടികളോടും എല്ലാവരോടും കൂടെയും നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ നമ്മൾ എല്ലാവരും വീഡിയോ ചെയ്യാറുണ്ട്. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ബിസിനസിനായിട്ട്, പ്രൊമോഷനായിട്ടും അല്ലാതെ വ്യക്തിപരമായിട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ പബ്ലിസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടുന്ന സമയത്ത് ആ സ്ത്രീക്ക് അല്പം മാറി നിൽക്കായിരുന്നു, അല്ലെങ്കിൽ ബസ് കണ്ടക്ടറോട് പറയായിരുന്നു, അല്ലെങ്കിൽ കൂടെയുള്ള സഹയാത്രക്കാരോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ സ്ത്രീക്ക് സ്വയം സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യായിരുന്നു. ഇങ്ങനെ അല്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കെ ഈ സ്ത്രീ ചെയ്തത് എന്താണ്? വീഡിയോ എടുത്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിലാണല്ലേ ഇട്ടത്. അതും ആ വീഡിയോ എടുത്ത ശേഷമാണ്. പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞു പോയിട്ടാണ് ആ പെണ്ണ് വീഡിയോ എടുത്ത് വീട്ടിലെത്ത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് വീഡിയോ ഷൂട്ട് ചെയ്തത്, അത് ഫിലിമാക്കി എനിക്ക് അറിഞ്ഞൂടാ. ആ സംഭവം എന്തായാലും ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ പ്രതികരിക്കേണ്ടത്. ഇതെല്ലാം തട്ടലും മുട്ടലും കഴിഞ്ഞിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. അതും ഒരാളുടെ ഇപ്പൊ ജീവനും പോയി. അതിലൊന്നും ഒരു അർത്ഥമില്ല. യഥാസമയത്ത് റൈറ്റ് ടൈമില് സ്മാർട്ടായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സ്ത്രീകളും നമ്മുടെ ആൺപിള്ളേരും എല്ലാവരും, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും പഠിക്കേണ്ടത്. സ്മാർട്ടായിട്ട് നമ്മൾ ഒരു കാര്യത്തെ ഡീൽ ചെയ്യാൻ പഠിക്കണം ഫസ്റ്റ്. ഓക്കെ, അല്ലാതെ ഒരാളുടെ ജീവൻ ഒടുക്കിയും കൊണ്ട് നമ്മൾ ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. ഇതിന് മാന്യമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ, പോലീസില് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന് അവൾക്ക് നീതി കിട്ടില്ലേ? അല്ലെങ്കിൽ ദീപികയുടെ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യില്ലേ? അല്ലെങ്കിൽ ബസ്സിൽ CCTV ഉണ്ടെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ എടുക്കില്ലേ? അല്ലെങ്കിൽ സഹയാത്രക്കാരുടെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ എടുക്കില്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അതിന് പിഴ ഈടാക്കില്ലേ? ഈ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ ശിക്ഷിക്കില്ലേ? ജയിലിൽ ഇടില്ലേ? അല്ലെങ്കിൽ ഇതിന് അതിന്റേതായിട്ടുള്ള ശിക്ഷ ഇദ്ദേഹം അർഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കും. അല്ല, അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്യും. അല്ലാതെ ഒരു മനുഷ്യനെയും ഇങ്ങനെ ചെയ്ത് ജീവഹാനി വരുത്തരുത്. മോളെ, നിനക്ക് സമാധാനമായല്ലോ. ഇപ്പോ എന്ത് സമാധാനമാണ് ഉള്ളത്? പബ്ലിസിറ്റി കിട്ടുക എന്നല്ലാതെ വേറെ എന്ത് കാര്യമാണ് ഇതിനകത്ത് കിട്ടിയത്? പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൂഞ്ചി നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ കിട്ടിയത്? അതിലും കാരണം ആ കുടുംബത്തിന്റെ വേദന. ഇത് ആരോട് പറയും? ഇത് എങ്ങനെ ഇതാക്കും? ആ കുടുംബത്തിന്റെ വേദന കണ്ട് ആ മനുഷ്യന്റെ അമ്മയുടെ കണ്ണുനീര് കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. മോളെ, നീ ഇതൊക്കെ കാണുന്നുണ്ടോ? ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഒരാളും ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്തതിന് വളരെ അതിയായ സങ്കടമുണ്ട്, വളരെയധികം വിഷമമുണ്ട്. ഈ മരിച്ച ദീപകേട്ടന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം എന്നും എന്റെ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. സർവേശ്വരൻ സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും അവരുടെ കുടുംബത്തിന് കൊടുക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നു. നമുക്ക് ആ ബസ്സിലുണ്ടായിട്ടുള്ള ദൃശ്യങ്ങളും അതുപോലെ തന്നെ 1-2 വീഡിയോസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഇപ്പൊ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ല, നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക്.
ഇനി ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒരു ചേട്ടനോ ഒരു ചേച്ചിയോ ഒരു ആങ്ങളെയോ പെങ്ങളെയോ ഒരു അച്ഛനോ അമ്മയോ ആരും തന്നെ നമുക്ക് ഒരാളും ഇരയാകരുത്. ഇത്തരത്തിലുള്ള വീഡിയോ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഇരയാവരുത് നമ്മളെല്ലാവരും സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മളെല്ലാവരും തന്നെ നമ്മളെല്ലാവരും തന്നെ സെൽഫ് ഡിഫൻസ് മാക്സിമം യൂസ് ചെയ്യുക. അല്ലാതെ ഇത്തരം വീഡിയോ എടുത്തുകൊണ്ട് ആരും റിയാക്ട് ചെയ്യരുത്. കാരണം അത് ഒരാളുടെ മാനസികപരമായി നമ്മൾ ഒരാളെ തളർത്തരുത്. കാരണം ആ ചേട്ടനെ സമാധാനിപ്പിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടന് വേണ്ട പോട്ടെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കൂട്ടുകാരുണ്ടായിരിക്കാം. എന്നിരുന്നാലും കൂടിയിട്ട് ഒരാളുടെ മനസ്സിനെ ഇത് എത്രമാത്രം ബാധിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇമോഷണലി എത്രമാത്രം ഇത് മെന്റലി ഇത് എത്രമാത്രം അഫക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും. കാരണം മനുഷ്യജീവികളാണ്. മനസ്സ് എന്തെങ്കിലും ഒന്ന് താളം മാറിക്കഴിഞ്ഞാൽ അത് പ്രശ്നത്തിലാവും. അതുകൊണ്ട് ആരും വീഡിയോയിൽ റിയാക്ട് ചെയ്യാതെ. പല ആൾക്കാരും ഞാൻ കണ്ടിട്ട് ലൈവിൽ വന്നുകാണ്ട് വെല്ലുവിളിക്കുന്ന പോലെയല്ലേ ഇത്. ലൈവിൽ വരുന്നു, മറ്റൊരാളെ താക്കുന്നു, എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അതൊക്കെ ഒരു വിധത്തിൽ ചെയ്യാതിരിക്കുക. ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഇതിനെടുക്കണം. സൈബർ ആക്ട് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ സ്ട്രോങ് ആക്കണമെന്നാണ് എന്റെ ഒരു ഇത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ രേഖപ്പെടുത്തൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.